ഇവിടെ ഒരു കുട്ടിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ കുപ്പായം അഴിച്ചു. കുട്ടിയുടെ മേത്ത് വെട്ടുകൊണ്ട പാട് കണ്ട് ഡോക്ടർ ചോദിച്ചു, ഇത് കുട്ടി തന്നെയല്ലേ എന്ന്. വായ പരിശോധിച്ചപ്പോ പറഞ്ഞു, ഇവന്റെ വായ കണ്ടിട്ട് 40 വയസ്സുള്ള പോലെയുണ്ടെന്ന്. ഏയ് അല്ല ഡോക്ടറെ, നിങ്ങൾക്ക് തോന്നിയതാണ്, ഇത് ഞങ്ങളുടെ തങ്ക മകനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെയാണെങ്കിലോ അമ്മായിയപ്പന് TV കണ്ട് ബിസ്ക്കറ്റ് തിന്നായിരുന്നു. അപ്പൊ കുട്ടിക്കള്ളൻ പോയി ബിസ്ക്കറ്റ് എടുത്ത് അയാളുടെ ചെയറിൽ പോയി ഇരുന്നു. ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവനെ ഇറക്കി വിട്ട് കയ്യിലുള്ള ബിസ്ക്കറ്റ് എടുത്ത് പ്ലേറ്റിലിട്ടു. അപ്പൊ മോളും ഭർത്താവും വന്നിട്ട് അപ്പനോട് പറഞ്ഞു, എന്താ അപ്പ ഇങ്ങനെ, അതൊരു കുട്ടിയല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അതിന്റെ ഇടയിൽ അവന് പോയി ആ ബിസ്ക്കറ്റ് എടുത്ത് മേത്തുള്ള വേർപ്പ് ഫുള്ള് അതിൽ തേച്ചു. എന്നിട്ട് അത് ഡയപ്പറിന്റെ ഉള്ളിലിട്ട് ഉരുട്ടി പെരട്ടി അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. അമ്മായിയപ്പൻ അതിൽ നിന്ന് ആ ബിസ്ക്കറ്റ് എടുത്ത് ആസ്വദിച്ച് തിന്നു. എല്ലാരും രാത്രി ഉറങ്ങിയപ്പോ അവന്റെ പണി തുടങ്ങി. അവൻ പതുങ്ങി പതുങ്ങി ഡയമണ്ട് തപ്പാൻ ഇറങ്ങി. അങ്ങനെ അവൻ അതിട്ട ബാഗ് കണ്ട് ബാഗ് എടുത്ത് കൂട്ടത്തിലുള്ള വലിയ കള്ളനെ വിളിച്ചു. അപ്പോഴേക്കും അമ്മായിയപ്പൻ അവനെ കണ്ട് തോക്കും കൊണ്ടുവന്നു. നീ ആരെയാടാ ഈ വിളിക്കുന്നതെന്നും പറഞ്ഞ് തോക്കും ചോണ്ടി നിന്നപ്പോ മോന് വന്നു. ല്ലേ തന്റെ കുഞ്ഞിക്കാല് കണ്ടിട്ട് കണ്ണടച്ചാ മതി എന്ന് പറഞ്ഞ് കുഞ്ഞിക്കാല് കണ്ടില്ല, ഇനി പോയി ചത്തൂടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇതൊന്നും അറിയാതെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനായി അവനെ ബാത്ത് ടബിൽ കൊണ്ടുപോയി. അപ്പൊ ആ പെണ്ണ് വന്നിട്ട്, വാ നമുക്ക് പോയി കുളിച്ചാലോ, കുട്ടന് വേഗം വാന്ന് പറഞ്ഞു. വേഗം പോവാ മമ്മി എന്ന് പറഞ്ഞപ്പോൾ ആ ചെങ്ങായി ദേ കേറി വന്നു. ടവലൂരി. ഓ തന്ത സമ്മതിക്കൂല.